ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. ഒരു കാരൽ മീൻകറി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: കാരൽ മീൻ, ഒരു പിടി ചുവന്നുള്ളി, 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 കഷ്ണം പച്ചമുളക് കീറിയത്, കറിവേപ്പില, 2-3 തണ്ട് കറിവേപ്പില, കടുക്, ഉലുവ, 6-7 സ്പൂൺ മുളക് പൊടി, 6-7 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പേണംപുളി. ഇത് കുഴച്ചെടുക്കണം. കുഴച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കുമല്ലേ? സ്റ്റൗ കത്തിക്കോ. സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടാവണം. ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലേ? ഒഴിക്കാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് പാചകം ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇനി എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇടും. ഇനി നമുക്ക് കടുക് ഇടാം. ആവശ്യത്തിനായ കടുക് ഇട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്കും ഉലുവ ഇടാം. കടുശകലം പൊട്ടിക്കോട്ടെ. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടി നമ്മൾ ഉലുവ ചേർക്കുകയാണ്. ഉലുവയും കൂടെ പൊട്ടിയ ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ചായി നമുക്ക് ചേർക്കാം. സ്വല്പം തീ ഉറച്ച് വെച്ചാൽ ഇനി നമുക്ക് കടുവും ഉലുവായും പൊട്ടിക്കഴിഞ്ഞു. ഇനി ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി വഴറ്റുക. വെളുത്തുള്ളി നല്ലപോലെ വഴണം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നല്ലപോലെ വഴണം. എന്നാലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. പച്ചവെള്ളം ഇട്ടുണ്ടായി. ഇനി ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം പച്ചമുളക് ചേർക്കാം. നമ്മുടെ ഇഞ്ചിയും കൂടെ വഴന്ന് വരട്ടെ. പച്ചമുളക് ഇടാം. പച്ചമുളക് കൂടെ അത് നല്ലപോലെ വഴന്നട്ടെ. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. അതിൻ്റെ തണ്ടും കൂടെ ചേർത്താൽ കറിക്ക് ഒരു രുചിയും മണവും ഒക്കെ ഉണ്ടാവും. നല്ല ഫ്ലേവറാണ് കറിക്ക്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ. ഇനി നമുക്ക് കരിവേപ്പില വഴണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ചെയ്ത കൂട്ട് ഇതിൽ ചേർക്കാം. ഇനി എണ്ണയിൽ അത് നല്ലപോലെ വഴണം. എന്നാലേ ആ പച്ച ചെവ മാറുകയുള്ളൂ. മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ അല്ലേ? അത് നല്ലപോലെ വഴണം. ചില അമ്മമാരൊക്കെ നല്ല കറി വെക്കുമ്പോൾ മണം കേൾക്കുമ്പോൾ അടിപൊളി കറി വെക്കും. ഇഞ്ചിയുടെയൊക്കെ മണം കേൾക്കുമ്പോഴേ അത് ഉള്ളിയും ഇതിൻ്റെ ചേരുവ ഒക്കെ നല്ലപോലെ വഴണം. എന്നിട്ട് അതില് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വഴണ്ട് എണ്ണ തെളിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലപോലെ വഴണമായിരിക്കും. നല്ല വഴണ്ട് എണ്ണ തെളിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുതിർത്ത് വെച്ച 2-3 കഷ്ണം പഴംപുളി ഇല്ലയോ, അത് ചേർക്കാം. വെള്ളത്തോടു കൂടി ചേർക്കണം. ഒരുപാട് ചാറൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ ഈ കറിക്ക്? ഒരുപാട് കൂടുതലായിട്ട് വെള്ളം വേണ്ട, ആവശ്യത്തിന് മതി. ഒരുപാടായാലും രുചി കാണില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മീന് ആവശ്യമായ ഉപ്പ് ശകലം ചേർക്കാം. പിന്നീട് കുറവുണ്ടെങ്കിൽ നമുക്ക് ശകലം കൂടെ തിളച്ചതിന് ശേഷം മീൻ ചേർക്കും. തിളക്കണം. തിളച്ചിട്ട് മീൻ ചേർത്ത് ഇനി നമുക്ക് തിളക്കാം. ശകലോടെ തിളച്ചില്ലെങ്കിൽ ശകലോടെ തിളക്കണം എന്ന് പറയാം. തിളക്കുന്നേ ഉള്ളൂ. നല്ല തിളച്ച ശേഷം തിളച്ചിട്ട് ഒന്നുകൂടെ നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് മീനിടാം. അപ്പം നല്ല തിളച്ചു മീനിടാം അല്ലേ? മീനതിൽ വെന്ത് കുറുകണം. ഉപ്പൊക്കെ നോക്കണ്ടായിരുന്നു.
ഇനി ലാസ്റ്റ് നോക്കാം അല്ലേ? അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. റെഡിയായി. ഇനി അവസാനം ശകലം വെളിച്ചെണ്ണ മേളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ശകലം മതി. അടച്ചു അത് നല്ലൊരു ഫ്ലേവറും രുചിയും കിട്ടും. നല്ലൊരു മണമായി. നല്ല. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും മീൻകറി, എൻ്റെ ഈ കാൽ മീൻകറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയി വരുന്നിടം വരെ പുതിയ വീഡിയോയുമായി കാണാം. ബൈ.